ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ നട്ടപ്പത്തിരയൊക്കെ ഉണ്ടോ എൻ്റെ മോനിക്ക്. പിന്നെ രാത്രി ഇങ്ങനെ ഈ ഒരു സമയത്താണെങ്കിൽ വിശപ്പിൻ്റെ വിളി വരും. പണ്ട് എനിക്കായിരുന്നു ഈ അസുഖം, ഇപ്പം അവനിക്കായി. എന്തായാലേ പാരമ്പര്യം തന്നെ. അപ്പോൾ അവനിക്ക് ഞാൻ എഗ്ഗ് പൊരിച്ചു കൊടുത്ത് അത് ഇരുന്ന് കഴിക്കാട്ടോ, മുട്ട പൊരിച്ചത് ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഇവരെ പോലെയൊക്കെ ആയാൽ മതിയായിരുന്നു ജീവിതം എന്ന് ആലോചിച്ച് പോവുക. കാരണം ഇപ്പോൾ ഉറങ്ങിയാൽ എനിക്ക് രാവിലെ പിന്നെയും നേരത്തെ എണീക്കണം, മക്കളുടെ കാര്യം നോക്കണം, അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ഇവനിക്കിടയിലോ രാവിലെ നീ ഇപ്പോൾ നീറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, ആരൊന്നും പറയുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അവനക്ക് ചായ വേണമെന്നാണ്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അത് ചൂടാറ്റുകയാണ്. ഇനി ഇവനക്കൊക്കെ എന്തിനാണ് ഇവനിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ ആലോചിക്കണത്. കാരണം എനിക്ക് നേരത്തെ ഇറങ്ങിയാലല്ലേ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. എന്നാലും കിടന്നാൽ കുറേ എഡിറ്റും കാര്യങ്ങളും കുറേ ഇതൊക്കെ ആയിട്ട് എൻ്റെ ടൈം കുറേ അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലേറ്റാവും ഉറങ്ങാൻ വേണ്ടി. എൻ്റെ ഇടയ്ക്കാണ് ഇവനിക്ക് അത് ഇത് പറഞ്ഞിട്ട് ഇവനിക്ക് എപ്പോഴും ഉള്ള ഒരു ഇതാണിത്. പിന്നെ ഹസ്ബൻഡ് പോയതിനു ശേഷം അവനക്ക് പ്രത്യേകിച്ചും ഒരു വിശപ്പാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഹസ്ബൻഡ് ഉണ്ടാവുന്ന സമയത്ത് അവനെങ്ങനെ വഷളാക്കി അപ്പോൾ ഞാനാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ അടുക്ക് ചായ അടിച്ചു. ചായ ഉണ്ടായി പിന്നെ എനിക്ക് കുടിക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടീൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവൾ അറിയണ്ട. അപ്പം കാരണം എനിക്കും വിശക്കല്ല, പക്ഷേ ഇങ്ങനെ ഒരു ക്രേവിങ്സ് അവ ഇങ്ങനെ കഴിക്കണുണ്ടപ്പോൾ എനിക്കും കഴിക്കാനൊരു പൂതി. പടച്ചോനെ, ഇതിൻ്റെ വയറുണ്ടല്ലേ റബ്ബേ. ഇത് ഇനിയിപ്പോൾ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങിക്കോളും, പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ചെറുതായി ഇനി ഞാൻ ഉറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇവനക്കാണെങ്കിൽ ചുമയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ, മോൾക്കുണ്ട്. അപ്പോൾ ഇവനിക്ക് ആ വിക്സ് അയച്ചു കൊടുക്കുക. ഇവനിക്കും ഇവൻ്റെ പാപ്പാക്കാണെങ്കിൽ വിക്സ് അടുത്ത് കൂടി പോകാൻ പറ്റില്ല, ഭയങ്കര അലർജിയാണ്. ഈ വിക്സ് വരെ പിടിച്ച് കടിച്ചാൽ അതപ്പം ഞാൻ ആലോചിക്കണം. അപ്പോൾ അത്ര ബൈ.